മാർക്സിസം ഇന്ത്യൻ അനുഭവവും സമകാലിക പ്രസക്തിയും എന്ന പുസ്തകമാണ് എൻ്റെ കൈവശമുള്ളത്. ഇത് എഴുതിയിരിക്കുന്നത് +2 വിദ്യാർത്ഥിയായ ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിയായ വിധു പ്രദീപാണ്. വിധുവാണ് പുസ്തകം എഴുതി. വിധു, വലിയൊരു വിഷയമാണ്. വിധു ഇത്തരമൊരു പുസ്തക രചനയിലേക്ക് എങ്ങനെയാണ്, അല്ലെങ്കിൽ മാത്സിനെ കൂടുതൽ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണോ ഇത്തരമൊരു പുസ്തകത്തിലേക്ക് വരാൻ കാരണം? അതെ, മാത്സ് ഈ ആശയങ്ങളിൽ പണ്ട് തൊട്ടേ അപ്പൂപ്പനും അമ്മയെല്ലാം പറഞ്ഞു തന്നെ ഇതറിയാം. ഇത് കൂടുതൽ പ്രത്യേകിച്ച് വിദ്യാർത്ഥി സമൂഹങ്ങളിലേക്ക് ഇത് എത്തിക്കണോ എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഈ പുസ്തകം എഴുതാൻ ഇതിലേക്ക് എത്തിച്ചേർന്നത്. വിധു, ഇതത് ഞാൻ ചില അധ്യായങ്ങൾ മറച്ചു നോക്കുമ്പോൾ മാത്സിനെ കുറിച്ച് പറയുന്നു. മനുഷ്യ വിമോചനത്തിൻ്റെ ഒരു ചാലക ശക്തിയായിരുന്നു മാത്സ് എന്ന് വിധു എഴുതുന്നു. അത്തരത്തിൽ അതൊക്കെ തന്നെയായിരിക്കാം ഒരു പ്രചോദനമല്ലേ? അതെ, മാത്സ് ആശയങ്ങൾ ജാതിക്കും മതത്തിനും ദേശത്തിനും എല്ലാം അതീതമായ മനുഷ്യ സ്നേഹമാണല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഈ മാത്സ് ആദർശങ്ങളിൽ വിശ്വസിക്കുകയും അത് ഒരു ജീവിതമായിട്ട് തന്നെ, ജീവിതശൈലിയായിട്ട് തന്നെ മാറ്റുകയും ചെയ്യുന്നത്. ഈ മാർക്സിസം സമകാലിക പ്രസക്തി വിവിധ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. സമകാലിക സമരങ്ങൾ, രാഷ്ട്രീയം, ഇതെല്ലാം തന്നെ നോക്കിക്കാണുകയും ആ അനുഭവങ്ങൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ലേഖനങ്ങൾ അല്ലേ? അതെ, ഈ റഷ്യൻ വിപ്ലവം തൊട്ട് മാർക്സ് ഈ റൂസോയിൽ നിന്നും എല്ലാം കണ്ടെടുത്ത ആശയങ്ങളിൽ നിന്നും എല്ലാം ഇതാണ്. മാർക്സിസത്തിൻ്റെ ഉത്ഭവം തൊട്ട് ഇപ്പോഴത്തെ സാമൂഹിക അവസ്ഥ വരെ ഉള്ള ഒരു പുസ്തകമാണ്. അതെല്ലാം പ്രതിപാദിക്കും. ഈ ഇതിനോടൊരു ചോദ്യം, അതായത് സാധാരണ ആളുകൾ പറയും മാർക്സിസമൊക്കെ പറയുമ്പോൾ അത്ര എളുപ്പമല്ല മനസ്സിലാക്കാൻ അല്ലേ, ഈ 10 ചിന്ത എന്നൊക്കെ പറഞ്ഞാൽ പാടെന്നൊക്കെ പറയും. പക്ഷേ വിധു ഈ പുസ്തകം എഴുതുമ്പോൾ 17 വയസ്സിൽ പൂർത്തീകരിച്ചു അല്ലേ? അപ്പോൾ 17കാരനും മാർക്സിസം മനസ്സിലാക്കാൻ പറ്റും എന്നാണോ വിധു പറയുന്നത്? മാർക്സിസത്തിൻ്റെ ഏറ്റവും പ്രധാന ഘടകം മനുഷ്യ സ്നേഹമാണ്. ജാതിയും മതവും ഒന്നുമില്ലാതെ മനുഷ്യ സ്നേഹം, ദേശത്തിനും അതീതമായ മനുഷ്യ സ്നേഹമാണ് മാർക്സിസം. അത് നമുക്ക് ഏത് പ്രായത്തിൽ ഉൾക്കൊള്ളാം, ലളിതമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് അല്ലേ? ഇപ്പോൾ വിധുവിൻ്റെ പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്ത് വിധു പറയുന്നുണ്ട്, ഒരു നാൾ നമ്മുടെ അയൽരാജ്യങ്ങളായ ശ്രീലങ്കയും ചൈനയും നേപ്പാളിനെയും പോലെ നമ്മുടെ രാജ്യത്തും ചുവന്ന വസന്തം വിരിയും. അതിനായി നമുക്ക് കാത്തിരിക്കാം. ആ പ്രതീക്ഷയാണുള്ളത്. അതെ, മാർക്സിസ ആശയങ്ങൾ 1991 ശേഷം സോവിയറ്റ് യൂണിയൻ അവസാനിച്ചപ്പോൾ തന്നെ മാർക്സിസ്റ്റ് ആശയങ്ങൾക്ക് അന്ത്യം കുറിച്ചെന്ന് ലോക മുതലാളിത്ത രാജ്യങ്ങൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ അത് എല്ലാവരും കരുതിയത്, എല്ലാ ക്യാപിറ്റലിസ്റ്റ് ശക്തികളും കരുതിയത് മാർക്സിസ്റ്റ് ആശയങ്ങൾ അവസാനിച്ചു. എന്നാൽ കഴിഞ്ഞ 2024 ജൂൺ 5 തൊട്ട് ലോകത്താകെ ഇടതുപക്ഷ ശക്തികൾ ഭരിക്കുന്ന രാജ്യങ്ങൾ 24 ഉള്ളായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ അന്ന് മെക്സിക്കോയിൽ തുടങ്ങിയ മുന്നേറ്റം ഇപ്പോൾ നോർവേ എത്തി 30 രാജ്യങ്ങളിൽ ഇടതുപക്ഷ ശക്തികൾ ഭരിക്കുന്നു, ഇടതുപക്ഷം ഭരണത്തിലേക്ക് എത്തിയിരിക്കുന്നു. അത് ഇടതുപക്ഷത്തിന് ഒരിക്കലും അന്ത്യമില്ല. മാർക്സിസം വീണ്ടും വീണ്ടും പുതിയ ജനങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അതുപോലെ ഇന്ത്യയിലും ഒരിക്കൽ നമ്മുടെ ഇന്ത്യയും ചുവന്ന് തുടിക്കും. വലിയ സ്വപ്നമാണ്. അമ്മ അടുത്ത് നിൽപ്പുണ്ട്. അമ്മ, വിധുവിൻ്റെ എഴുത്തിനൊക്കെ പ്രചോദനം കുടുംബം തന്നെയാണെന്ന് പുസ്തകത്തിൽ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാനൊരു കമ്മ്യൂണിസ്റ്റ് കുടുംബം തന്നെയായിരുന്നു. പിന്നെ അച്ഛനാണേൽ ഈ പാർട്ടി ഭരിക്കുന്നതിന് മുമ്പ് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായിരുന്നപ്പോൾ തന്നെ ഉണ്ടായിരുന്നു, ഇത് പാർട്ടി പ്രവർത്തിച്ചിരുന്നു. എൻ്റെ വല്യച്ഛന് അച്ഛൻ്റെ ചേട്ടൻ കൽക്കട്ട TCC പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ എൻ്റെ അച്ഛൻ്റെ അമ്മ കല്യാണിയമ്മ ഒരു കാലത്ത് നായർ സ്ത്രീകൾ ഇറങ്ങരുത് ഇതെന്ന്, അതായത് വിമോചന സമര കാലത്ത് ഇറങ്ങിയ സമുദായത്തിൽ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞ കാലത്ത് തുമ്മിയാ തെറിക്കുന്ന മൂക്കാന്നേ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനെയും പിടിച്ചുകൊണ്ട് കിഴക്കേ കല്ലട എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് കൊല്ലം വരെ ജാഥ നയിച്ചതാണ്. അപ്പോൾ അങ്ങനെ ഒരു പാരമ്പര്യത്തിൽ വളർന്നുകൊണ്ട് തന്നെ മാർക്സിനെ ഇവന് അതല്ല ഇപ്പോൾ ഈ പെയിൻ്റ് അടിച്ചുകൊണ്ട് ഇവിടെ മാർക്സിൻ്റെ പടം വെച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞിലെ തൊട്ട്. അപ്പോൾ അന്ന് തൊട്ടേ ഇവൻ ചോദിക്കും ഇതേതായി അപ്പൂപ്പനെന്ന് ചോദിക്കുമ്പോൾ അച്ഛന് അറിയും മനുഷ്യനും വലിയ മാറ്റം ഉണ്ടാക്കി തന്ന ഒരു അപ്പൂപ്പനാന്ന് പറഞ്ഞ് ഈ ഒരു ഓർമ്മ വെച്ച കാലം തൊട്ട് മാർക്സിനെ ഇവൻ അറിയാം. ഈ 3-ാം വയസ്സിലാണ് തോമസ് ഐസക്കിനെ പരിചയപ്പെടുമ്പോൾ അന്നേ പറഞ്ഞ കാര്യങ്ങൾ തോമസ് ഐസക് സാർ ഇവിടെ ഒരു ഇലക്ഷൻ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നു MS രാജേന്ദ്രൻ നിന്നപ്പോഴാണെന്ന് തോന്നുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവന് ഏത് പാർട്ടിക്കാരും സമ്മേളനം വന്ന് 3.5 വയസ്സിൽ കൂടുതലൊന്നും അറിയത്തില്ല, ഇവന് വലിയ ഇഷ്ടമാണ്. അപ്പം ഇവനാണേൽ ഒരു പൂവൊക്കെ ഒടിച്ച് അവിടെ ചെന്നു കയ്യെ പിടിച്ചാൽ നടന്നത്. അപ്പോൾ സാറ് എടുത്തിട്ട് ചോദിച്ചു, ഇപ്പോൾ മോനെ ആരാകാനാണ് ഇഷ്ടമെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ചെഗുവേര ആകാനാണ് ഇഷ്ടമെന്ന്. കാരണം അവൻ ചെഗുവേരയൊന്നും വായിച്ചറിയാനുള്ള കഴിവൊന്നുമില്ല, പക്ഷെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അച്ഛൻ ചെഗുവേരയുടെ കഥ, ഈ പൊന്നപ്രവയലാറിലെ അനകാശൻ്റെ കഥ, ഇതൊക്കെ പറഞ്ഞാൽ ഇവനെ വളർത്തിയത്. അമ്മൂമ്മയും ചെയ്യുന്നുണ്ട്, അമ്മൂമ്മയുണ്ട്, അമ്മയുടെ അമ്മാവനും ഉണ്ട്. അപ്പം അമ്മൂമ്മ വിധുവിനെ പാർട്ടിയിലേക്ക് എത്തിച്ച
വലിയച്ഛനാണ്. അപ്പം വിധു പക്ഷേ അമ്മയും തിരുത്തുന്നുണ്ടല്ലേ? വിധുമോൻ പറയുന്ന പോലെ ഞങ്ങളെല്ലാ കാര്യങ്ങളും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൂപ്പൻ വിധുമോനെ പഠിപ്പിച്ചു, വിധുമോൻ ഇപ്പോൾ തിരികെ അമ്മൂമ്മയെ പല കാര്യങ്ങളും ചെയ്താൽ പഠിപ്പിക്കുക സന്തോഷമായോ? സന്തോഷമാണ്. പ്ലസ് ടു ആണെങ്കിലും ഈ വായനയുടെ ഇതിലും പുസ്തകം എഴുതുന്നതിലേക്കൊക്കെ എത്തുമല്ലോ. വായിക്കുന്നതിനും വളരെ സന്തോഷം. വിധുവിൻ്റെ സഹോദരനുണ്ട്. വിധുവിൻ്റെ സഹോദരനെ സംബന്ധിച്ചിടത്തോളം എത്ര പഠിക്കുന്നത്? 7ാം ക്ലാസ്സിലാണ്. പക്ഷേ ഫുട്ബോളൊക്കെയാണ് ഇഷ്ടം, കായികം അല്ലേ? എൻ്റെ ചേട്ടൻ പറഞ്ഞു തരാനുണ്ടോ? ഉണ്ട്. ചേട്ടൻ SFI യുടെ ഇപ്പം നിലവിൽ യൂണിറ്റ് സെക്രട്ടറി. മോനും കൂടെ SFI പ്രവർത്തനമുണ്ടോ? അതെ. നിങ്ങൾ രണ്ടുമാണ് സ്കൂളിൽ വിപ്ലവം സൃഷ്ടിക്കുന്ന ആളുകൾ. അതെ. അമ്മയുടെ ആങ്ങളോടെ ചേരുന്നുണ്ട്. വിധുവിൻ്റെ ഒരു കുടുംബത്തിൻ്റെ പാർട്ടി മെമ്പർ കൂടിയാണല്ലേ? അപ്പോൾ ഞങ്ങൾക്കൊരു അഭിമാനം, ഞങ്ങളെ സംബന്ധിച്ചൊരു അഭിമാനകരമായ നിമിഷമാണിത്. മകൻ അത്രയും അനന്തരവൻ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ പല രാഷ്ട്രീയ നേതാക്കളുടെ മക്കളും അതുപോലെ ഇതിനെക്കാട്ടി കൂടുതൽ അറിവുള്ള രാഷ്ട്രീയ കുടുംബത്തിലെ പാരമ്പര്യമുള്ള കുടുംബത്തിലെ ഒരു ആൾക്കാരും ആൾക്കാരും വരാത്ത ഒരു മേഖലയിലേക്ക് അവൻ വന്നതിൽ അതിയായ പ്രായത്തിൽ തന്നെ കടന്നു വന്നതിൽ അതിയായ സന്തോഷമുണ്ട്, അഭിമാനം കൊള്ളുന്ന കാര്യത്തിൽ. ഇതിൻ്റെ പുസ്തകം ഇതുവരെ പ്രകാശനം നടത്തിയിട്ടില്ല, അതുകൊണ്ടാണ് പുസ്തകത്തിലേക്ക് കൂടുതൽ വരാത്തത്. അത് പുസ്തകം കയ്യിൽ കിട്ടുന്ന ആളുകൾ ആ തരത്തിൽ വായിക്കട്ടെ, അതിനെ കൊണ്ട് കൂടുതൽ പറയുന്നില്ല. പക്ഷേ ഇതിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ തന്നെ വിധു ഇപ്പോൾ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ സൗഹൃദങ്ങൾ വെച്ച് പുലർത്താൻ മനസ്സിലാക്കുന്നു. അർജൻറ്റീനയിൽ ഫോട്ടോ കാണിക്കാം. അർജൻറ്റീനയിലെ ആ ചിത്രങ്ങളിലൊക്കെ കിട്ടുന്ന അതിൻ്റെ ഒരു കാര്യം പറയാം. അവിടെ സൗഹൃദം ഞങ്ങൾ ഈ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ കൂടെ പരിചയപ്പെട്ടതാണ്. ആരാണ് പരിചയപ്പെട്ടത് പറയൂ? അർജൻറ്റീനയിൽ നിന്നുള്ള ഓസ്കാർ ലൂയിസ് ഫെറേരിയോ എന്ന് പരിചയമായി. ഇപ്പം നല്ലൊരു ബന്ധത്തിൽ സഖാവെ എന്നൊരു ബന്ധം, കോമ്രേഡങ്കിളെന്ന് വിളിക്കുന്നത്. ചിത്രങ്ങളൊക്കെ അയച്ചു തന്നത്. പിന്നെ നമ്മുടെ ഒരു ഭാഷ സഖാവെ എന്ന് ഏത് രാജ്യക്കാരനെ ഒരു കോമ്രേഡ് എന്നൊരു ഒരു വിളി കൊണ്ട് നമ്മൾ അവരൻ സഹോദരനായി മാറുകയില്ലയോ. അങ്ങനെ മാക്സിമം ആകുന്ന ബന്ധത്തിലൂടെ നമ്മളിപ്പോൾ ഒരു നല്ല ബന്ധം പുലർത്തുന്നു. പുതിയൊരു പുസ്തകത്തിന്റെ രചനയിൽ കൂടിയാണ് അല്ലേ? അത് ഏത് പുസ്തകമാണ് ഇപ്പോൾ? SFIയുടെ 35 രക്തസാക്ഷികളെ കുറിച്ചുള്ള സുപ്രപതാകയിലെ രക്തനക്ഷത്രങ്ങൾക്ക് നിറം പകർന്നവർ എന്നൊരു പുസ്തകം എഴുതുന്നത്. ഈ പുസ്തകത്തിൽ ഇപ്പോൾ തോമസ് ഐസക്കാവിൻ്റെ സഹായമുണ്ട്. അദ്ദേഹം തിരുത്തലുകൾ, നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടല്ലേ? ആണ്, നല്ലൊരു ഉപദേഷ്ടാവാണ് അദ്ദേഹം. മറ്റാരൊക്കെയാണ് രചനയെ സഹായിച്ചത്? രചനയിൽ സഹായിച്ചത് അവതാരിക ഇതിൽ തന്നെ മലപ്പുറം പുകാശ ജില്ലാ സെക്രട്ടറി സഹ ജംസിൽ അലിയ. പിന്നെ ഈ പുസ്തകത്തിൻ്റെ രചനയിൽ ഏറ്റവും കൂടുതൽ സഹായിച്ച ജോബി ചേച്ചു, ഈ കോന്നിയുടെ MLA ജനീഷ് മാമന്, ഇവരെല്ലാം പിന്നെ ബാക്കിയുള്ള സഹപ്രവർത്തകരെല്ലാവരും വലിയ രീതിയിലുള്ള സപ്പോർട്ട് തന്നെയാണ്. എന്തായാലും ഇപ്പോൾ SFIയുടെ യൂണിറ്റ് പ്രസിഡന്റ്. എന്തായാലും രാഷ്ട്രീയ പ്രവർത്തനത്തിന് മുന്നോട്ട് പോട്ടെ. ബാലസംഘത്തിലുമുണ്ട്. ഇപ്പോൾ 18 വയസ്സ് പൂർത്തിയായി, നവംബർ മാസം അല്ലേ? 18 ആയി കഴിഞ്ഞു. അപ്പം രാഷ്ട്രീയത്തിലും പുസ്തക രചനയിലൊക്കെ മുമ്പോട്ട് പോട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. ക്യാമറമാൻ അഖിലേഷ് കുടുംബോടൊപ്പം സുജിറ്റി ബാബു, കേരളി ന്യൂസ്, പത്തനംതിട്ട.